Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 17.1.1 എന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുകയാണ്. ഈ ഒരു അപ്ഡേഷൻ iOS 17 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മിക്കവാറും ഈ ഒരു അപ്ഡേഷൻ ഒരു 300 മുതൽ 500 MB ഉള്ളിൽ തന്നെയായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസും. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 17.1.1, watchOS 10.1.1, macOS 14.1.1 എന്നിങ്ങനെ പറയുന്ന കുറച്ചധികം അപ്ഡേറ്റ്സുകളും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു iOS 17.1.1ൻ്റെ വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ iOS 17.1.1ൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ എത്രയെന്ന് വെച്ചാൽ 21B91 എന്നാണ് ആ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ പറയുന്നത്. അതേപോലെ നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ പുതിയ മോഡേൺ ഫേർമൻ്റെ അപ്ഡേഷൻ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെക്നിക്കലായതും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കണക്റ്റീവായ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് റിസോൾവ് ചെയ്യാനുള്ള ചാൻസും ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് വരുന്നുണ്ട്. ഇനി ഈ അപ്ഡേഷനിൽ ആപ്പിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബഗ് ഫിക്സിലാണ്. അതുകൊണ്ട് തന്നെ കുറേയധികം പുതിയ ഫീച്ചേഴ്സോ ചേഞ്ചസോ നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ കാണാൻ പറ്റില്ല. എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ വന്ന ബഗ് ഫിക്സസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ബഗ് ഫിക്സ് പറഞ്ഞാൽ നമ്മുടെ കാർ പ്ലേയിൽ ഉണ്ടാകുന്ന വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു ബഗ്ഗായിരുന്നു. പ്രത്യേകിച്ച് ജർമ്മൻ കാറായിട്ടുള്ള BMW നമുക്ക് വയർലെസ് ചാർജിങ് ഉണ്ട്. പക്ഷേ ഈ ഒരു വയർലെസ് ചാർജിങ്ങിന് ശേഷം നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്ത് ഒരു ആപ്പിൾ പേയോ അല്ലെങ്കിൽ NFC യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എയർ ഡ്രോപ്പോ നെയിൻ ഡ്രോപ്പോ എന്ത് ചെയ്താലും അത് പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല. അതേപോലെ തന്നെ NFC റീഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നല്ല ചൂട്, വയർലെസ് ചാർജിങ്ങിന് ശേഷം നമ്മുടെ ഡിവൈസ് നല്ല ഹീറ്റപ്പ് ആവുന്നു എന്നീ പറഞ്ഞാൽ കുറച്ചധികം ബഗ്ഗുകൾ നമ്മുടെ ഐഫോണിലുണ്ടായിരുന്നു. ആ ഒരു ബഗ് iOS 17.1.1ൽ ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ബഗ് ഫിക്സ് എവിടെയെന്ന് വെച്ചാൽ ലോക്ക് സ്ക്രീനാണ്. ലോക്ക് സ്ക്രീനിൽ നമ്മുടെ ഈ പറഞ്ഞ വെതറിൻ്റെ വിജിറ്റ് ഇപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു റിപ്പോർട്ട് തരുന്നുണ്ട്. നേരത്തെ നമുക്ക് മിസ്ലീഡിങ് ആവുന്ന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് തരുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്മാച്ചിങ് കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഒരു ബഗ്ഗും നമ്മുടെ ഈ അപ്ഡേഷനിൽ ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പുതിയ ബഗ് ഫിക്സാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും കുറേയധികം യൂസേഴ്സിന് കുറേയധികം ബഗ്ഗുകൾ നമുക്ക് iOS 17.1ൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറേ കൂട്ടുകാർ പറയുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ലോക്ക് സ്ക്രീനിൻ്റെ ഫെയ്ഡ് ഔട്ട് ടൈമിങ്. അതായത് ഇപ്പോൾ എൻ്റെ ഫോൺ ഇപ്പോൾ ലോക്ക് ആവുന്നത് ഇൻസ്റ്റൻ്റായിട്ട് ലോക്ക് ആവുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ ചില കൂട്ടർക്ക് ഈ പറഞ്ഞ ലോക്ക് ബട്ടൺ ഞെക്കിയിട്ടും ഒരു 1-2 സെക്കൻഡ്സ് ഡിലേ ആയിട്ടാണ് ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ആവുന്നത്. ആ ഒരു ബഗ് ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ചെയ്തിട്ടുണ്ടോ ഒരു കാര്യങ്ങളും ആപ്പിൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ബഗ്ഗുകളും നമ്മുടെ ഈ ഒരു iOS 17.1.1ൽ ആപ്പിൾ റിസോൾവ് ചെയ്യാനുണ്ട്. അടുത്തൊരു ഇഷ്യൂ നമ്മുടെ ഈ പറയുന്ന വോളിയം റോക്കറിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ചില സമയത്ത് നമ്മൾ വോളിയം കൺട്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു പോകുന്നു, അതേപോലെ പെട്ടെന്ന് കൂടിപ്പോകുന്നു. ഈ ഒരു ബഗ് മെയിൻലി ഉള്ളത് വാട്സാപ്പിലാണ്. പക്ഷേ വാട്സാപ്പ് നമുക്കൊരു പുതിയ അപ്ഡേഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സാപ്പിൻ്റെ അപ്ഡേഷൻ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ ഒരു വോളിയം റോക്കറിൻ്റെ ബഗ് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അടുത്തൊരു ബഗ് വന്നിരിക്കുന്നത് നമ്മുടെ വൈഫൈ ബഗ്ഗാണ്. ഈ ഒരു വൈഫൈ ബഗ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിൽ വൈഫൈ കണക്റ്റ് ആവുന്നില്ല, അതേപോലെ കണക്റ്റായ വൈഫൈ നമുക്ക് ചില സമയത്ത് മിസ്സായി പോകുന്നു, കണക്റ്റ് ആവുന്നില്ല എന്നീ ബഗ്ഗുകളും നമ്മുടെ iOS 17.1.1ൽ റിസോൾവ് ആയിട്ടുണ്ടെന്ന് ആപ്പിൾ മെൻഷൻ ചെയ്തിട്ടുള്ള. സോ ഈ ഒരു അപ്ഡേഷന് ശേഷം നിങ്ങളുടെ ഡിവൈസിൽ നേരത്തെ പറഞ്ഞ ഈ ലോക്ക് സ്ക്രീനിൻ്റെ ബഗ്, അതേപോലെ വോളിയത്തിൻ്റെ ബഗ്, വൈഫൈയുടെ ബഗ്, ഈ പറഞ്ഞ 3 ബഗ്ഗുകളും നിങ്ങളുടെ ഫോണിൽ നിന്ന് റിസോൾവ് ആയിട്ടുണ്ടോ, അതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ബഗ്ഗുകളുണ്ടെന്ന് നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു അപ്ഡേഷനിൽ വന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് നോക്കാം. അതിന് നേരെ നമ്മുടെ ആപ്പിൾ സെക്യൂരിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് പോകാം. ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കും മനസ്സിലാവും iOS 17.1.1 ആൻഡ് iPadOS 17.1.1. പക്ഷേ ഇവിടെ നമുക്ക് ഒരു പുതിയ അപ്ഡേഷനോ ബാക്കി കാര്യങ്ങളോ കാണിച്ചിട്ടുള്ള നോ പബ്ലിഷ് CEV എൻട്രീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിൾ എന്തൊക്കെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള. ചിലപ്പോൾ സെക്യൂരിറ്റി ബഗ്ഗുകളൊന്നും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ
കൊണ്ടുവന്നിരിക്കുന്ന സെക്യൂരിറ്റി ബഗ്ഗുകളൊന്നും ആപ്പിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ രണ്ട് പോസിബിലിറ്റീസാണ് നമ്മുടെ സെക്യൂരിറ്റി അപ്ഡേഷനും ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഇനി നമ്മുടെ iOS 17.2 ബീറ്റ 2 എന്നാണ് റിലീസാകുന്നത് വെച്ചാൽ മിക്കവാറും നമുക്ക് ഈ ഒരു വീക്കിൻ്റെ വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്കും റിലീസാവാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും ആ ഒരു അപ്ഡേഷൻ ലഭിക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന iOS 17.1.1ൻ്റെ പുതിയ വിശേഷങ്ങളും അതേപോലെ ബഗ് ഫിക്സുകളും എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Abin Xavier signing from Evica.